സ്നേഹിതരെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 231 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലോറൻസിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ മഗ്ദലേന മറിയത്തെക്കുറിച്ചാണ്. മർത്തായുടെയും ലാസറിൻ്റെയും സഹോദരിയായിരുന്ന ബഥാനിയയിലെ മറിയത്തിൽ നിന്നും ഭിന്നയായ മറ്റൊരു സ്ത്രീയായിട്ടാണ് മഗ്ദലേന മറിയത്തെപ്പറ്റി ഗ്രീക്ക് സഭാപിതാക്കന്മാർ പരാമർശിക്കുന്നത്. ഐതിഹ്യങ്ങളിൽ പലപ്പോഴും മഗ്ദലേന മറിയത്തെ ലൂക്കായുടെ സുവിശേഷത്തിൽ 7:36-50 പറഞ്ഞിട്ടുള്ളതുപോലെ യേശുവിൻ്റെ പാദം കഴുകി തുടച്ച പാപിനിയായ സ്ത്രീയായിട്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന മർത്തായുടെയും ലാസറിൻ്റെയും സഹോദരിയായിരുന്നു ബഥാനിയയിൽ മറിയവുമായി പരാമർശിച്ചിട്ടുള്ളത്. AD 6-ാം നൂറ്റാണ്ടിൽ മഹാനായ ഗ്രിഗറിയുടെ അഭിപ്രായത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ കാണുന്ന ഈ രണ്ട് സ്ത്രീകളും ഒരാൾ തന്നെയാണ്. അതായത് ബഥാനിയയിൽ നിന്നും വരികയും പാപപങ്കിലമായ ജീവിതം നയിച്ചതിനു ശേഷം യേശുവിൻ്റെ ശിഷ്യയായി തീർന്നവളുമായ മഗ്ദലേന മറിയം ഒന്നു തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ ഐതിഹ്യം തലമുറകളായി മഗ്ദലേന മറിയത്തെ അനുതാപത്തിൻ്റെ മാതൃകയെ ആദരിക്കുന്നതെന്ന് കാര്യം വിശദീകരിക്കുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം അവിടുത്തെ ദർശനം ലഭിച്ച ആദ്യത്തെ സാക്ഷിയാണ് മഗ്ദലേന മറിയം. അവൾ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് പരിശുദ്ധ മാതാവിനോടൊപ്പം മഗ്ദലേന മറിയവും യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. ആ കഠിനമായ മണിക്കൂറുകളിൽ പോലും അവൾ മാതാവിൻ്റെ പാർശ്വത്തിൽ നിലകൊണ്ടു. ഉദ്ധാന ദിവസം രാവിലെ മറ്റുള്ള സ്ത്രീകൾക്കൊപ്പം മഗ്ദലേന മറിയവും യേശുവിൻ്റെ കല്ലറയിൽ പോയി. കല്ലറയ്ക്ക് സമീപം പൂന്തോട്ടത്തിൽ വെച്ച് യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം അപ്പസ്തോലന്മാർ അറിയിച്ചത് മഗ്ദലേന മറിയമാണ്. തുടർന്നാണ് പത്രോസും യോഹന്നാനും എന്താണ് സംഭവിച്ചതെന്നറിയുവാൻ കല്ലറയിലേക്ക് ഓടുന്നത്. കഫർനാമിനും തിബേരിയാസിനുമിടയിൽ ഗലീലി കടൽ തീരത്തുള്ള ഒരു മുക്കുവ ഗ്രാമമായ മഗ്ദലേനയിൽ നിന്നുമാണ് അവൾ വരുന്നത്. മഹാപാപിനി എന്ന നിലയിലാണ് അവൾ അറിയപ്പെട്ടിരുന്നത്. തെരുവുകളിലൂടെ അലഞ്ഞ അവൾ ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചും മോചനത്തെക്കുറിച്ചും യേശു പ്രസംഗിക്കുന്നത് കേട്ടതിനു ശേഷം തന്റെ ജീവിതം നവീകരിച്ചു. വിശുദ്ധ മഗ്ദലേന മറിയം മഹത്തായ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു. യേശുവിനോട് ചേർന്നിരുന്നുകൊണ്ട് മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സത്യത്തെ ഗ്രഹിക്കുകയും ആ സ്നേഹത്തിനെ സാക്ഷ്യം വഹിക്കുവാൻ തന്റെ ജീവിതം മുഴുവൻ ചിലവഴിച്ചവളുമാണ് വിശുദ്ധ മഗ്ദലേന മറിയം. വിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ ഏറ്റവും നിഗൂഢമായ തിരുനാളായിട്ടാണ് പരിഗണിച്ചു വരുന്നത്. മഗ്ദലേന മറിയത്തെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് ആർക്കും അറിവില്ല. ഐതിഹ്യമനുസരിച്ച് അവൾ തന്റെ ജീവിതത്തിലെ അവസാന നാളുകൾ ചെലവഴിച്ച ഫ്രാൻസിലെ പ്രൊവൻസിലെ ഗുഹയിൽ വെച്ച് വിശുദ്ധ മരണപ്പെട്ടു എന്നാണ് ഐതിഹ്യം. മാരിടൈം ആൽപ്സിലെ വിശുദ്ധ മാക്സിം ദേവാലയത്തിലാണ് അവളുടെ ഭൗതിക ശരീരമുള്ളതെന്ന് അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായം അനുസരിച്ച് യേശുവിന്റെ ഉയർപ്പിന് ശേഷം വിശുദ്ധ യോഹന്നാന്റെ കൂടെ അവൾ എഫേസൂസിലേക്ക് പോയെന്നും അവൾ അവിടെ തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്നുമാണ്. ഒരു ഇംഗ്ലീഷ് തീർത്ഥാടകനായിരുന്ന വിശുദ്ധ വില്ലി ബോൾഡ് 8-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ നഗരിയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തിയപ്പോൾ അവിടെ വെച്ച് വിശുദ്ധ മഗ്ദലേന മറിയത്തിന്റെ ശവകുടീരം കണ്ടതായി പറയപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. വിലയുണ്ടാകുക എന്നത് വലിയ കാര്യമാണ്. നമ്മുടെ വാക്കുകൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, നിർദ്ദേശങ്ങൾക്ക്, പങ്കുവയ്ക്കുന്ന ആശയങ്ങൾക്ക്. പക്ഷേ ചില സമയങ്ങളിലെങ്കിലും അത് ലഭിക്കാതെ വരും. അപ്പോൾ മനസ്സ് ചിലപ്പോൾ നീറിയേക്കാം. പക്ഷേ ചില വാക്കുകളുടെ വില കാലം തെളിയിക്കുകയുള്ളൂ. ആ തിരിച്ചറിവോടെ തളരാതെ ശബ്ദമുയർത്തി യാത്ര തുടരാൻ നമുക്ക് സാധിക്കണം. ഏവർക്കും നന്ദി.